ഹായ്, എല്ലാവർക്കും കുടുംബശ്രീ ശാരദയുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ വിഷ്ണു ആദ്യം മുതൽ ശാലിനിയെ കണ്ടുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചിരുന്നങ്ങ് ചിരിക്കുകയാണ്. അത് കണ്ട് ദാസൻ വിളിക്കുകയാണ്, ഏയ് ഇതിനിടെ ആശാൻ എങ്ങോട്ട് പോയി? പറ ആശാനെ, എങ്ങനെ തുടങ്ങണം ആശാന്റെ പ്രേമലേഖനം? എന്തോന്നാണ് ആശാൻ ചേട്ടത്തിയെ വിളിക്കാൻ പോകുന്നത്? ഒന്നാലോചിച്ച് ചിരിച്ചുകൊണ്ട് വിഷ്ണു പറയുകയാണ്, എന്റെ പെണ്ണിന്. അത് കേട്ട് സന്തോഷത്തോടു കൂടി ദാസൻ പറയുകയാണ്, കൊള്ളാം, അതടിപൊളി. അതുപോലത്തെ സംഗതികൾ ഇങ്ങോട്ട് പോരട്ടെ. എന്റെ പെണ്ണിന് എന്ന് എഴുതി തുടങ്ങുകയാണ് ദാസൻ. വീണ്ടും വിഷ്ണു പറയുകയാണ്, അങ്ങനെ വിളിക്കാൻ എന്തവകാശമാണെന്ന് എന്നെനിക്കറിയില്ല. പലതവണ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും അന്ന് അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോഴാണ് ഞാൻ ഉറപ്പിച്ചത് നീ തന്നെയാണ് എന്റെ പെണ്ണെന്ന്. എന്റെ ഹൃദയത്തിൽ പൂമഴ പെയ്യിച്ചുകൊണ്ട് നിന്നെ കണ്ട ആദ്യ ദിവസം മുതൽ. അത് കേട്ട് ദാസൻ പറയുകയാണ്, പൂമഴ? ഇതൊക്കെ ബോറൻ പൈങ്കിളിയാണ് ആശാനെ. ഹൃദയത്തിൽ പൂമഴയോ? എന്നാൽ വെട്ടിയേക്ക്. ലവ് ലെറ്ററിൽ വെട്ടും തിരുത്തൊന്നും പാടില്ല ആശാനെ. നമുക്ക് വേറെ എഴുതി കളയാന്നും പറഞ്ഞ് ആ പേപ്പർ ചുരുട്ടി എറിയുകയാണ് ദാസൻ. അത് ചെന്ന് വീഴുന്നത് അവിടേക്ക് വരുന്ന സത്യഭാമയുടെ മുൻപിലേക്കാണ്. പെട്ടെന്ന് സത്യഭാമ ആ പേപ്പർ നിവർത്തിയൊന്ന് വായിച്ച ശേഷം രൂക്ഷമായി രണ്ടുപേരെയും നോക്കുകയാണ്. എന്നിട്ട് അടുത്തേക്ക് വരുമ്പോൾ വിഷ്ണുവിന്റെ പിറകിൽ ഒളിക്കുകയാണ് ദാസൻ. സത്യഭാമ ചോദിക്കുകയാണ്, എന്തായത്? പ്രേമലേഖനം ആണ് അല്ലേ? വിഷ്ണു പറയുന്നത് ദാസൻ എഴുതി കൊടുക്കുന്നു. പേടിച്ച് ദാസൻ പറയുകയാണ്, ഞാനല്ല, അത് പിന്നെ ആശാനെ. ഞാൻ പിന്നെ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്നും പുറത്തേക്ക് ഓടുകയാണ് ദാസൻ. ദേഷ്യം ഭാവിച്ച് സത്യഭാമ ചോദിക്കുകയാണ്, ഇത്രയും നാൾ നീ എന്നെ കബളിപ്പിക്കുകയായിരുന്നു അല്ലേടാ? നിനക്കിതെന്നോട് നേരത്തെ പറയാമായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ വിഷ്ണു നിൽക്കുമ്പോൾ പെട്ടെന്ന് ചിരിച്ചുകൊണ്ട് സത്യഭാമ ചോദിക്കുകയാണ്, സുസ്മിതയെ നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അല്ലേ? സത്യഭാമയുടെ ആ ചോദ്യം കേട്ട് അമ്മേ അത് എന്ന് വിഷ്ണു പറയാൻ തുടങ്ങുമ്പോൾ സത്യഭാമ പറയുകയാണ്, ഒന്നും പറയണ്ട. സുസ്മിതയോട് ഇത്രയും ഇഷ്ടം ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിട്ട് എന്തിനാ നീ അവളോട് പരുക്കനായിട്ട് പെരുമാറുന്നത്? എടാ, അവളെ നീ ശരിക്കും അങ്ങ് പേടിപ്പിച്ചു കളഞ്ഞല്ലോടാ. നിനക്ക് അവളോട് ശരിക്കും ഇഷ്ടം ഉണ്ടോ എന്ന് വരെ അവൾ എന്നോട് സംശയം ചോദിച്ചു. നിന്റെ മനസ്സ് നിറയെ അവളാണെന്ന് ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത്. ഏതായാലും ഇനി നമുക്ക് ഈ ഒളിച്ചുകളി വേണ്ട. അതെ, നേരിട്ട് പ്രകടിപ്പിക്കാത്ത ഇഷ്ടം കുടത്തിനടിയിൽ കത്തിച്ചു വെച്ച വിളക്ക് പോലെയാണ്. മറ്റാർക്കും അത് കാണാൻ പറ്റില്ല. മാത്രവുമല്ല, പെട്ടെന്നത് അണഞ്ഞു പോവുകയും ചെയ്യും. അതുകൊണ്ട് നേരിട്ട് തന്നെ ഇനി നീ അവളെ അകമഴിഞ്ഞ് ഇഷ്ടപ്പെടണം. അത് കണ്ടിട്ട് വേണം ഞങ്ങൾക്കൊക്കെ സന്തോഷിക്കാൻ. ഇപ്പോൾ തന്നെ ഫോൺ ചെയ്ത് ഞാനിത് സുസ്മിതയോട് പറയുന്നുണ്ട്. നോക്കിക്കോ, ഇതറിഞ്ഞാൽ അവൾ പാഞ്ഞെത്തും നാളെ തന്നെ. എടാ, ഇനി നിന്റെയും അവളുടെയും റൊമാൻസ് വേണം ഞങ്ങൾക്ക് കാണാൻ. അതിനുശേഷം ലെറ്ററുമായി പുറത്തേക്ക് പോവുകയാണ് സത്യഭാമ. സത്യഭാമയുടെ സംസാരമൊക്കെ കേട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് വിഷ്ണു. പിന്നീട് കാണിക്കുന്നത് വഴിയരികിൽ നിന്ന് സംസാരിക്കുന്ന അർജുനെയും പ്രീതിയെയുമാണ്. അർജുൻ പറയുകയാണ്, സ്വന്തം അമ്മമാരെ പേടിച്ചിട്ടുള്ള ഒളിച്ചോട്ടം അല്ലേ, കൊള്ളാം. വിഷ്ണുവിന്റെ ഐഡിയ സൂപ്പർ ആയിരിക്കുന്നു. പലതവണ തൊട്ടടുത്തെത്തിയിട്ടും നമുക്ക് ഒരുമിക്കാൻ കഴിഞ്ഞില്ലല്ലോ അർജുനേട്ടാ. അതുകൊണ്ട് എന്ന പ്രീതി പറയുമ്പോൾ അർജുൻ ചോദിക്കുകയാണ്, അതിന് ഇങ്ങനെയാണോ ചെയ്യുന്നത് പ്രീതി? നീ തന്നെ പറയേ, ഇതാണോ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം? എന്തായാലും സ്വന്തം ഭാര്യയും കൊണ്ട് ഒളിച്ചോടുന്ന ലോകത്തിലെ ആദ്യ പുരുഷൻ എന്ന ഖ്യാതി അതെനിക്ക് വേണ്ട പ്രീതി. ഐ ആം സോ സോറി. അർജുനേട്ടാന്ന് പ്രീതി വിളിക്കുമ്പോൾ അർജുൻ പറയുകയാണ്, വർഷങ്ങളായി ഞാൻ ഇവിടെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല തിരക്കും ഉണ്ട്. അപ്പോൾ ഞാൻ ഏറ്റെടുത്ത കേസുകൾ എന്ത് ചെയ്യും? ആദ്യ വഴിയിൽ ഇട്ടിട്ട് പോയാൽ എന്റെ കരിയർ ക്ലയൻസ് എന്തു പറയും? ഇത്രയും മിടുക്കനായ ഒരു ക്രിമിനൽ വക്കീലായിട്ട് പോലും സ്വന്തം ഭാര്യയെ വിളിച്ചിറക്കിക്കൊണ്ടുപോയി താമസിപ്പിക്കാൻ ധൈര്യമില്ലാത്ത ഒരു ഭർത്താവെന്നല്ലേ പറയൂ. മാത്രമല്ല, ഇവിടം വിട്ടാൽ ചെല്ലുന്നിടത്ത് നമ്മൾ എങ്ങനെ ജീവിക്കും? അവിടെ എന്ത് പേരുണ്ട് നമുക്ക്? ബാംഗ്ലൂരാണെങ്കിൽ വിഷ്ണുവേട്ടന് പരിചയമുള്ള ഒരുപാട് കമ്പനികളുണ്ട്. ഒരു കൺസൾട്ടന്റായി ജോലി ചെയ്താലും ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നതിനേക്കാളും ഒരുപാട് പണം കിട്ടും എന്നാണ് വിഷ്ണുവേട്ടൻ പറയുന്നത്. ഓ, അത് ശരി. അപ്പോൾ അതിലും സ്വീകരിക്കണം ഔദാര്യം എന്നർത്ഥം. നോക്ക് പ്രീതി, അമ്മയുടെ ഒറ്റമകനാണ് ഞാൻ. എന്റെ വരുമാനം കൂടിയാണ് ആ കുടുംബത്തെ താങ്ങി നിർത്തുന്നത്. ചിത്രയുടെ കല്യാണമടക്കം ഒരു സഹോദരന്റെയും മകന്റെയും കടമകൾ അതവിടെ ബാക്കിയാണ്. അങ്ങനെ ഒരു അവസ്ഥയിൽ ഇത് കേട്ട് പ്രീതി പറയുകയാണ്, മകൻ, സഹോദരൻ, കരിയറിസ്റ്റ്, അവിടെയെല്ലാം ബാധ്യതകൾ ഉണ്ട് അർജുനേട്ടന്. എന്നിട്ടും ഒരു ഭർത്താവായിട്ട് സ്വയം ആലോചിക്കത്തത് എന്താണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ആലോചിക്കുന്നില്ല എന്ന് നിന്നോട് ആര് പറഞ്ഞു? നിന്നെപ്പറ്റി ഓർമ്മിക്കാത്ത ഒരു നിമിഷം പോലും എന്റെ ജീവിതത്തിൽ കടന്നു പോകുന്നില്ല. അതുകൊണ്ട് എന്താ പക്ഷെ പ്രയോജനം? നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസവും കൊഴിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും രണ്ട് ലോകത്താണെന്ന് മാത്രം.
ആരും ശല്യപ്പെടുത്താനില്ലാത്ത അർജുനേട്ടനും ഞാനും മാത്രമുള്ള ഒരു ലോകം. നമുക്കൊരു കൊച്ചു വീട്, ലാളിക്കാനൊരു കുഞ്ഞ്. മറ്റേതൊരു പെണ്ണിനെ പോലെയും അത്രയും സ്വപ്നങ്ങൾ എനിക്കും ഉണ്ടാകുമെന്ന് അർജുനേട്ടൻ മറക്കുന്നു. ചിത്രയുടെ പെണ്ണുകാണൽ ചടങ്ങിനിടയിൽ നടന്ന സംഭവങ്ങൾ അർജുനേട്ടൻ നേരിട്ട് കണ്ടതാണല്ലോ. മുഖത്തോട് മുഖം നോക്കി സംസാരിക്കാനല്ല, പരസ്പരം ഒന്ന് ചിരിക്കാൻ പോലും കഴിയാത്ത ശത്രുക്കളായി കഴിഞ്ഞു നമ്മുടെ അമ്മമാർ. ഇനി നമ്മൾ ഒരുമിച്ചുള്ള ഒരു ജീവിതത്തിന് അവർ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ അർജുനേട്ടന്? അർജുൻ പറയുകയാണ്, പക്ഷേ അതിനുള്ള പരിഹാരം ഇതല്ല. ഇരുട്ടിന്റെ മറവിൽ പകലിന്റെ വെളിച്ചത്തിൽ നിന്റെ വീട്ടുമുറ്റത്തേക്ക് വരാൻ ഞാൻ വിളിച്ചാൽ ഇറങ്ങി വരാൻ പറ്റുമോ നിനക്ക്? അതിന്റെ ഉത്തരം നീ പറഞ്ഞാൽ മതി. ഒരു ചുക്കും ചെയ്യില്ല നമ്മുടെ അമ്മമാർ. കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തോളാം ഞാൻ നിന്നെ. എന്തു പറയുന്നു അർജുൻ ചോദിക്കുമ്പോൾ പ്രീതി പറയുകയാണ്, പക്ഷെ അമ്മ, എങ്കിൽ കാത്തിരിക്കണം കുറച്ചുകൂടി, അതേ വഴിയുള്ളൂ. പ്രീതി, ഐ ആം സോ സോറി. പിന്നീട് കാണിക്കുന്നത് വീട്ടിലേക്ക് എത്തുന്ന വിഷ്ണുവിനെയാണ്. മുറ്റത്തേക്ക് വന്ന പ്രീതി ഏട്ടാന്ന് വിളിക്കുകയാണ്. എന്താടി? ഏട്ടൻ പറഞ്ഞ കാര്യം ഞാൻ അർജുനേട്ടനോട് സംസാരിച്ചു. എന്ത് കാര്യം? ഈ നാട് വിട്ട് ദൂരെ എവിടെയെങ്കിലും പോയി ജീവിക്കാൻ, രണ്ട് അമ്മമാരുടെയും കണ്ണെത്താ ദൂരത്ത്. എന്നിട്ട് അർജുൻ എന്തു പറഞ്ഞു? അർജുനേട്ടന് അതിന് സമ്മതമല്ല. അത് ആണത്വമില്ലായ്മയാണെന്നാണ് അർജുനേട്ടൻ പറയുന്നത്. വീട്ടിന്റെ മറവിലല്ലാതെ പകൽ വെളിച്ചത്തിൽ ഈ വീട്ടുമുറ്റത്ത് വന്ന് വിളിക്കാമെന്ന്. കൂടെ ഇറങ്ങിച്ചെല്ലാൻ ധൈര്യമുണ്ടോ എന്നാണ് ചോദ്യം. അമ്മയെ ധിക്കരിച്ച് ഞാൻ എങ്ങനെയാണ് ഏട്ടാ ഇവിടെ നിന്നും ഇറങ്ങുന്നത്? തിരിച്ചുകൊണ്ട് വിഷ്ണു പറയുകയാണ്, അത് നിന്റെ മാത്രം പ്രശ്നമാണ്. അർജുന്റെ ഭാഗത്ത് നിന്ന് നോക്കിയാൽ അയാൾ പറയുന്നതാണ് ശരി. നേരത്തെ നിന്റെ സങ്കടം കണ്ടിട്ട് ഞാൻ എങ്ങനെ പറഞ്ഞു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അഭിമാനബോധമുള്ള ഒരു പുരുഷനും അതിന് തയ്യാറാകില്ല. കാമുകിയും കൊണ്ട് ഒളിച്ചോടുന്നവൻ ധീരനാണെങ്കിൽ ഭാര്യയും കൊണ്ട് ഒളിച്ചോടുന്നവൻ ഭീരുവാണെന്നേ എല്ലാവരും പറയൂ. അതുകൊണ്ട് തൽക്കാലം നീ അതങ്ങ് മറക്ക്. നമുക്ക് സമയവും കാലവും നോക്കി മറ്റെന്തെങ്കിലും പ്ലാൻ ചെയ്യാം. എല്ലാം ശരിയാവുമടി എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോവുകയാണ് വിഷ്ണു. പിന്നീട് കാണിക്കുന്നത് ശാരദാമ്മയുടെ വീടാണ്. അവിടെ ശാലിനിക്ക് ഒരു ഫോൺ വരികയാണ്. ഫോൺ എടുത്തിട്ട് ശാലിനി പറയുകയാണ്, ഊർമിളെ, എക്സാം കഴിഞ്ഞിട്ട് നിന്നെ കാണാൻ കഴിഞ്ഞില്ല. എങ്ങനെ ഉണ്ടായിരുന്നു? ആണല്ലേ, എനിക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റി. അതിന്റെ ചെറിയൊരു ആത്മവിശ്വാസമുണ്ടെന്ന് കൂട്ടിക്കോ. ഇത്തവണ പെട്ടെന്ന് റിസൾട്ട് വരുമെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഇല്ലടി, ഞാൻ എണീറ്റതേ ഉള്ളൂ. കുറെ ദിവസങ്ങളായുള്ള ഉറക്കമിളപ്പിന്റെ ക്ഷീണം. ഇല്ലില്ല, അമ്മ എടുത്തില്ല, ഞാൻ പറയാം. ശരി, ഓക്കെ എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് ശാലിനി. ബുക്കൊക്കെ അടുക്കി വെക്കുന്ന ശാലിനിയുടെ അടുത്തേക്ക് ശാരിക വന്ന് ചോദിക്കുകയാണ്, അതെ, ശ്യാമ വല്ലതും പറഞ്ഞോ നിന്നോട്? ഇല്ല. എന്നാൽ ഞാൻ പറയാം. അമ്മതേ പനി പിടിച്ചു കിടക്കുകയാണ്. രാവിലെ പനിയോന്ന് പരിഭ്രമിച്ച് ചോദിക്കുകയാണ് ശാലിനി. അതെ, തീരെ വയ്യാന്ന് തോന്നുന്നു. മരുന്ന് കൊടുക്കാൻ ചെന്നപ്പോൾ വേണ്ടാന്ന് വാശി. വാശിയോ? അതെ, നീ ഭക്ഷണം ഉപേക്ഷിച്ച് സമരം ചെയ്യാൻ തുടങ്ങിയതിനു ശേഷം ജലപാനം ചെയ്തിട്ടില്ല അമ്മയും ഇതുവരെ. നിനക്കിത് വല്ലതും അറിയണോ? വെറുതെ മുഖം വീർപ്പിച്ച് നടന്നാൽ പോരെ. അതെ, നീ എത്ര ദിവസം നിരാഹാര സമരം നടത്തിയാലും അതൊരു വലിയ പ്രശ്നമല്ല ഞങ്ങൾക്ക്. പക്ഷെ നിന്റെ പ്രായമല്ല അമ്മയ്ക്ക്. മൈഗ്രീനും പ്രഷറും ഷുഗറും ഇല്ലാത്ത അസുഖങ്ങളെല്ലാം അടക്കം ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അമ്മയ്ക്ക്. അതിനോടൊപ്പം വെള്ളം കൂടി തൊണ്ടയിൽ നിന്നും ഇറങ്ങാതിരുന്നാൽ കേമമായി എന്ന് തന്നെ പറയാം. ഇത് കേട്ട് ശാലിനി ചോദിക്കുകയാണ്, ചേച്ചിക്ക് നിർബന്ധിച്ച് കഴിപ്പിക്കാമായിരുന്നില്ലേ? സോറി, ഞാനില്ല. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് കിടന്ന് ഓടാൻ. വാശിയുടെ കാര്യത്തിലെ രണ്ടാളും പുറകോട്ടല്ലല്ലോ. നിങ്ങൾ പിടിക്കുന്ന മുയലിനെല്ലാം അല്ലേലും 300 കൊമ്പല്ലേ. ഇത് നീയായിട്ട് തുടങ്ങി വെച്ച പ്രശ്നമാണ്. അമ്മ ദൈവമാണെന്നൊക്കെ വെറുതെ ഡയലോഗ് പറഞ്ഞാൽ പോരാ. ആ ദൈവത്തെ ജീവനോടെ കാണണമെന്നുണ്ടെങ്കിൽ എത്രയും വേഗം ഈ പ്രശ്നം പരിഹരിച്ചോ. അല്ലെങ്കിൽ ബാക്കി ഞാനൊന്നും പറയുന്നില്ല. പറഞ്ഞാൽ അറം പറ്റുമല്ലോ എന്ന് പേടിച്ചിട്ടാണ്. അത്രയും പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോവുകയാണ് ശാരിക. പിന്നീട് ശാലിനി ശാരദാമ്മയുടെ മുറിയിലേക്ക് ചെന്ന് ജനലിൽ കൂടി നോക്കുകയാണ്. അന്നേരം ശാരദാമ്മ കിടന്ന് ഉറങ്ങുകയാണ്. അന്നേരം ശാരദാമ്മ അന്ന് പരീക്ഷയ്ക്ക് പോകാൻ നേരം പ്രസാദം കൊണ്ടുകൊടുത്ത കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. പിന്നീട് ശാലിനി ശാരദാമ്മയ്ക്കുള്ള ആഹാരവുമായി മുറിയിലേക്ക് ചെല്ലുകയാണ്. അമ്മേ, എണീക്ക്, നമുക്ക് ആഹാരം കഴിക്കാം. അത് കേട്ട് ദേഷ്യപ്പെട്ട് കട്ടിൽ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് പോകാൻ ഒരുങ്ങുകയാണ് ശാരദാമ്മ. അന്നേരം വാതിൽക്കൽ ശ്യാമയെ കാണുകയാണ്. ശ്യാമയെ കണ്ട് ശാരദാമ്മ നിൽക്കുമ്പോൾ ശാലിനി ചോദിക്കുകയാണ്, എങ്ങോട്ടാണ് ഈ ഓടിപ്പോകുന്നത്? അമ്മ ഇങ്ങോട്ട് വന്നേ, പനിയുടെ ഗുളിക കൊണ്ടുവന്നിട്ടുണ്ട്. ദേഷ്യത്തോടുകൂടി ശാരദാമ്മ ശാലിനിയെ നോക്കുമ്പോൾ നിന്ന് ചിരിക്കുകയാണ് ശ്യാമ. എനിക്ക് ഗുളിക വേണ്ട എന്ന് പറഞ്ഞ് കയ്യും കെട്ടി നിൽക്കുകയാണ് ശാരദാമ്മ. അത് കണ്ട് ശ്യാമ പറയുകയാണ്, അത് തീരുമാനിക്കേണ്ടത് നമ്മളാണ്.
ശാരദാമ്മ ശ്യാമയെ ഒന്ന് നോക്കുമ്പോൾ ശ്യാമ വീണ്ടും പറയുകയാണ്, തുറച്ചു നോക്കണ്ട. എനിക്കും കുഞ്ഞേച്ചിക്കുമൊക്കെ അസുഖം വരുമ്പോൾ അമ്മ പറയുന്ന ഡയലോഗാണ് ഇത്. അസുഖക്കാരി നോക്കാൻ നിൽക്കുന്നവർ പറഞ്ഞാൽ അനുസരിക്കണമെന്നുള്ളത്. ഇതൊക്കെ കേണ്ട് ചിരിച്ചുകൊണ്ട് ശാലിനി പറയുകയാണ്, കറക്റ്റ്, നമ്മുടേത് ഒരു ജനാധിപത്യ രാജ്യമാണ്. ഒരു നിയമമുണ്ടെങ്കിൽ അത് എല്ലാവർക്കും ബാധകമാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ അസുഖമുള്ള ശാരദാമ്മ ആദ്യം ആഹാരം കഴിക്കുന്നു, 1 മണിക്കൂർ കഴിഞ്ഞ് മരുന്നും. ആദ്യം അമ്മ ഇവിടെ വന്നിരിക്കുക എന്നും പറഞ്ഞ് ശാലിനി ശാരദാമ്മയെ പിടിച്ച് വലിക്കുകയാണ്. ശാരദാമ്മ പറയുകയാണ്, എന്നെ തൊടണ്ട നീ, വിടടി, വിടാനല്ലേ പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ ശാലിനി പെട്ടെന്ന് ശാരദാമ്മയെ പിടിച്ച് കട്ടിലേക്ക് ഇരുത്തുകയാണ്. ശാലിനി പറയുകയാണ്, ദേ അധികം ബലം പിടിക്കല്ലേ, ആഹാരം താഴെ പോകും. പിന്നെ കഴുകാനും തുടയ്ക്കാനും ഒക്കെ ഭയങ്കര മെനക്കേടാണ്. ശാലിനിയുടെ കൈ തട്ടി മാറ്റിയിട്ട് ശാരദാമ്മ പറയുകയാണ്, എന്നെ തൊടണ്ട നീ, മിണ്ടുകയും വേണ്ട. എവിടെയാണെന്ന് വെച്ചാൽ പോയി ജീവിച്ചോ, പണ്ടേ പറഞ്ഞതല്ലേ 2 പേരെ പ്രസവിച്ചുള്ളൂ എന്ന് ഞാൻ കരുതിക്കോളാം. അത് കേട്ട് കരഞ്ഞുകൊണ്ട് ശാലിനി പെട്ടെന്ന് ശാരദാമ്മയെ കെട്ടിപ്പിടിക്കുകയാണ്. ശാരദാമ്മ പറയുകയാണ്, എടി വിടടി, വിടാനല്ലേ പറഞ്ഞത്. പെട്ടെന്ന് ശാരദാമ്മയുടെ കവിളിൽ ഉമ്മ കൊടുക്കുകയാണ് ശാലിനി. നേരം ശാരദാമ്മയുടെയും കണ്ണുകൾ നിറയുകയാണ്. കണ്ടു നിന്ന ശ്യാമയും കരയുന്നു. സങ്കടത്തോടുകൂടി കരഞ്ഞുകൊണ്ട് ശാലിനിയെ പിടിച്ചു മാറ്റിയിട്ട് ജനലിന്റെ അടുത്തേക്ക് പോയി നിൽക്കുകയാണ് ശാരദാമ്മ. കണ്ണീർ തുടച്ചുകൊണ്ട് ശാലിനി ശാരദാമ്മയുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുകയാണ്, അയ്യേ, എന്താ ഇത് കൊച്ചുകുട്ടികളെ പോലെ? ഇതിപ്പോ ശ്യാമയേക്കാൾ കഷ്ടമാണല്ലോ ശാരദാമ്മ. സങ്കടപ്പെട്ടുകൊണ്ട് ശാരദാമ്മ ചോദിക്കുകയാണ്, അത് ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം വേണ്ടാന്ന് നീ പറഞ്ഞില്ലേ? മുറ്റത്തേക്ക് ഒഴിച്ചു കളഞ്ഞ് അമ്മയുടെ നെഞ്ചു തകർത്തില്ലേ? ഇനി എന്തിനാ എനിക്ക് ഭക്ഷണവുമായിട്ട് നീ വരുന്നത്? കരഞ്ഞുകൊണ്ട് ശാലിനി പറയുകയാണ്, ശരി, ഞാൻ സമ്മതിക്കുന്നു, ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. കുരുത്തക്കേടും അമ്മ എന്നോട് ഒരുപാട് കാര്യങ്ങൾ ഒളിച്ചു എന്ന് തോന്നിയപ്പോൾ ഒരു ദേഷ്യത്തിൽ ചെയ്തതാണ്. അത്രയും വലിയൊരു പരീക്ഷയ്ക്ക് പോയപ്പോൾ നീ എന്നോട് ഒരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ. അമ്മയുടെ അനുഗ്രഹം മനസ്സുകൊണ്ട് വാങ്ങിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത്. പറഞ്ഞാലും ഇല്ലെങ്കിലും അമ്മയുടെ പ്രാർത്ഥന എനിക്ക് കാവലായിട്ടുണ്ടാകുമെന്നറിയാം. ശ്യാമ പറയുകയാണ്, അത് മാത്രമല്ല, അമ്മ അമ്പലത്തിൽ നിന്നും പൂജിച്ചു കൊണ്ടുവന്ന പേന കൊണ്ടല്ലേ കുഞ്ഞേച്ചി പരീക്ഷ എഴുതിയത്. പിന്നെന്താ അതിലെത്ര സെന്റി അടിക്കാൻ? ഇത് കേട്ട് ശാരദാമ്മ പറയുകയാണ്, നീ പോടി അവിടെന്ന്. പരീക്ഷ എളുപ്പമായിരുന്നോ പ്രയാസമായിരുന്നോ എന്നുള്ളത് അമ്മയോട് പറഞ്ഞോ ഇവള്? ഇല്ലല്ലോ. എളുപ്പമായിരുന്നു അമ്മേ, പാസ്സാകും എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. അപ്പോൾ നീ കളക്ടറാകുമോ എന്ന് അത്ഭുതത്തോടു കൂടി ചോദിക്കുകയാണ് ശാരദാമ്മ. ശ്യാമ പറയുകയാണ്, ആവാതെ പിന്നെ? അതിനല്ലേ ഉറക്കം വിളച്ച് പഠിച്ചതും പരീക്ഷ എഴുതിയതുമൊക്കെ. ശാരദാമ്മ പറയുകയാണ്, അതൊക്കെ രണ്ടാമതാണ്. ദൈവം തുണച്ചത് കൊണ്ടാണ് പരീക്ഷ എളുപ്പമായത്. അതിനുവേണ്ടി ദേവിക്ക് ഞാനൊരു നിറമാല നേർന്നിരുന്നു. അത് കഴിക്കണം ഉടനെ. അതിന് ഞാൻ പോകാം അമ്മേ. അമ്മ ആദ്യം ഈ നിരാഹാരം ഒന്ന് അവസാനിപ്പിക്ക്. ആഹാരം കഴിഞ്ഞ് ഒരു ടാബ്ലറ്റ് കഴിച്ചാൽ ഈ അസുഖങ്ങളൊക്കെ അങ്ങ് മാറിക്കോളും. നീ എന്നോട് ചിരിക്കുകയും വർത്തമാനം ചെയ്യുകയും ചെയ്താൽ മാത്രം മതി. പിന്നെ എനിക്ക് ഒരസുഖവും ഇല്ല. നീ മിണ്ടാതെ നടക്കുമ്പോഴാണ് ഈ വീട്ടിലെ മൊത്തം പ്രകാശവും അണഞ്ഞതുപോലെ തോന്നുന്നത്. കണ്ണു തുടച്ചുകൊണ്ട് ശാലിനി പറയുകയാണ്, അതൊക്കെ കഴിഞ്ഞു, അമ്മ വന്നേ, ഇനി എന്തെങ്കിലും കഴിച്ചേ. അതിനുശേഷം ശാരദാമ്മയെ കട്ടിലേക്ക് പിടിച്ചിരുത്തി ഇഡ്ഡലി വിളമ്പി കൊടുക്കുകയാണ് ശാലിനി. ശാരദാമ്മ പറയുകയാണ്, എനിക്ക് വിശപ്പ് തോന്നുന്നില്ല മോളെ. അതെ, പനിക്കോളുള്ളത് കൊണ്ടാണ്. പറഞ്ഞില്ലേ ഇത് കഴിച്ചിട്ട് വേണം മരുന്ന് കഴിക്കാൻ. അത്രയും പറഞ്ഞ് ശാരദാമ്മയ്ക്ക് ഭക്ഷണം വായിൽ വെച്ച് കൊടുക്കുകയാണ് ശാലിനി. അപ്പോഴേക്കും പുറത്തേക്ക് നോക്കി ശ്യാമ വിളിക്കുകയാണ്, വല്യേച്ചി ഒന്ന് ഓടി വന്നേ. ശാരദാമ്മയ്ക്ക് ശാലിനി ഭക്ഷണം വാരിക്കൊടുക്കുന്നത് കണ്ട് നിന്ന് ചിരിക്കുകയാണ് ശാരികയും. ശ്യാമ ശാരികയോട് പറയുകയാണ്, ദേ കണ്ടോ, ഒരു കുഞ്ഞു വാവയ്ക്ക് ചേച്ചി ഭക്ഷണം വാരി കൊടുക്കുന്നത്. ഈ പോടി അവിടെ നിന്ന് പറയുകയാണ് ശാരദാമ്മ. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.